സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ, അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ, അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും, നാഥൻ കൂടെ ഉള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും, നാഥൻ കൂടെ ഉള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 5-1 വാക്യം വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സ്തോത്രം. എന്ത് മനോഹരമായ വാക്യമാണത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യനായ ദൈവത്തോട് ഐക്യം വന്നു, രമ്യത വന്നു, നിരപ്പ് വന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം, ദൈവത്തോട് നിരപ്പാകുക. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ ദൈവത്തോട് നിരപ്പായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് മുഴുവനായിട്ട് വിട്ടുകൊടുത്ത് ദൈവവുമായി നിരപ്പായോ എന്ന് ചിന്തിക്കണം. നിങ്ങളതിനു വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടത് ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ചെലവ് നിങ്ങൾ ചെയ്യേണ്ട. ക്യാമ്പൽ മോർഗൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന കാര്യം പറഞ്ഞിട്ട് അവന് മനസ്സിലാകുന്നില്ല. സൗജന്യമാണെന്ന് പറഞ്ഞു, അവന് മനസ്സിലാകുന്നില്ല. അവനൊരു ഖനി തൊഴിലാളിയാണ്, ഖനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. അവന് മനസ്സിലാകുന്നില്ല. അവന് വചനമറിയാൻ, കുറച്ചൊക്കെ വചനമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവന് ഈ ക്യാമ്പൽ മോർഗൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവൻ മോർഗൻ പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. വിശ്വാസം നീ ഒന്നും ചെയ്യണ്ട, വിശ്വാസത്തിലുള്ള നീതീകരണം നീ ഒന്നും ചെയ്യണ്ട. അവനപ്പോൾ ഞാനൊന്നും ചെയ്യണ്ടെന്നോ? എൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ഞാനൊന്നും ചെയ്യേണ്ടതാണോ? നീ ഒന്നും ചെയ്യണ്ട. അല്ല, ഒരു ചിലവ് വേണ്ടേ? ഒരു ചിലവും ചെയ്യട്ടെ ഏട്ടാ, ഒരു ചിലവും നീ ചെയ്യണ്ട. അവന് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അത്ര വലിയ കൊടുംപാതകങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയതാണ്, വലിയ പാപങ്ങളൊക്കെ വന്നു പോയതാണ്. ഞാനൊന്നും ചെയ്യാതെ എങ്ങനെ ഈ പാവങ്ങൾ എന്നിൽ മാറും? ക്യാമ്പൻ മോർഗൻ പറഞ്ഞു, നീ ഖനി തൊഴിലാളിയല്ലേ, നീ ഖനിയിലേക്ക് ഇറങ്ങി പോകുന്നത് എങ്ങനെയാണ്? അത് എലിവേറ്ററുണ്ട്, അതിൽ കയറി നിന്നാൽ മതി. എലിവേറ്ററിൽ താഴോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് കയറി പോരുന്നത് എങ്ങനെയാണ്? എലിവേറ്റർ വരും, എലിവേറ്ററിൽ ഞാൻ കയറി പോരും. എത്രയായിരം അടി താഴെ പോയാലും എലിവേറ്ററുണ്ട്, അവിടെ എലിവേറ്ററിൽ കയറി പോരാം. അപ്പോൾ നീ അങ്ങനെ ഇത്രയും ആഴത്തിലേക്ക് പോയിട്ട് കയറി പോരാൻ വേണ്ടി നീ ഒരു ചിലവും ചെയ്തില്ലേ? ഇല്ല. അതിന് ചിലവ് ചെയ്തു, അത് അതിൻ്റെ ഖനിയുടെ ഉടമസ്ഥന ചെയ്തു. നീ ഒന്നും ചെയ്തില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ നീ അങ്ങനെ കയറി പോരാൻ പറ്റി? അദ്ദേഹം ചിലവ് ചെയ്തു, ഞാൻ ചിലവ് ചെയ്തില്ല, ഉടമസ്ഥന ചിലവ് ചെയ്തു. ക്യാമ്പൽ മോർഗൻ പറഞ്ഞു, മോനെ നീ മനസ്സിലാക്ക്, നീ ഒരു ചിലവും ചെയ്യണ്ട. നീ അധോപാതളത്തിലേക്ക് പോയവനാണ്. അവിടെ നിന്ന് നിന്നെ കോരിയെടുക്കാൻ സ്വർഗത്തിലെ ഈ എലിവേറ്റർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിൻ്റെ എലിവേറ്റർ, ഈ സ്വർഗത്തിൽ നിന്നുള്ളതായ ആ ഒരു സംവിധാനം, അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ സംവിധാനമാണ്, ആ എലിവേറ്ററാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു നീ പോയിരിക്കുന്ന അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. നിത്യതേജസ്സായ ദൈവം, പരമകാരുണികനായ ദൈവം കൃപയാൽ നിന്നെ സ്നേഹിച്ച് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം തിരുമനസ്സായി. അതിന് നിത്യനായ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊന്നും ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായി. ആട്ടെ, ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു? നിനക്ക് ഇപ്പോഴും നിൻ്റെ അനുഭവം എന്താണ്? എനിക്ക് അർഹതയില്ലാത്ത കാര്യം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഞാൻ യേശുവിനെ സ്തുതിക്കും. എനിക്ക് അർഹതയില്ലാത്ത കാര്യമാണ് കർത്താവ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും എനിക്ക് അർഹതയില്ലാത്തൊരു കാര്യമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ നിനക്കെന്ത് തോന്നുന്നു? ഇനി നിനക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ മഹാസന്തോഷത്തിൻ്റെ വർത്തമാനം ഞാൻ ഓടി നടന്ന് പറയും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പറയും. ഈ ഒരു വലിയ സന്തോഷ വർത്തമാനമുണ്ട്. നമ്മൾ ഒരു ചിലവും ചെയ്യാതെ നമുക്ക് ഈ സ്വർഗീയ സോപാനത്തിലേക്ക് കയറാനുള്ളതായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഞാൻ പറയും. ഒരു ചിലവും ചെയ്യാതെ പാപമോചനം കിട്ടിയ സ്വർഗത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പറയും. വെരി ഗുഡ്, നല്ലത്. ദൈവത്തിന് സ്തോത്രമോനെ, നല്ലത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നും ചെയ്യാതെ സൗജന്യമായ ദൈവസ്നേഹം നമ്മെ കോരിയെടുക്കുകയാണ്. ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണ കഥയുണ്ട്. ഒരു മനുഷ്യൻ ചതുപ്പ് നിലത്തിൽ പെട്ടുപോയി. ചതുപ്പ് നിലം, നല്ല പുല്ലുമെത്തി കിടക്കുന്ന സ്ഥലമാണ്. കന്നുകാലിയൊക്കെ മേഞ്ഞ് എന്നാൽ ആ ചതുപ്പ് നിലത്തിൽ വിട്ടാൽ അവന് കയറി പോരില്ല. ഈ മനുഷ്യൻ അറിയാതെ, നല്ല നിരപ്പുള്ള സ്ഥലമാണ്, കട്ടിയായ സ്ഥലമാണെന്ന് വിചാരിച്ചാൽ അത് നടന്നു തരുന്നത്. എങ്ങനെയോ ചതുപ്പ് നിലത്തിൽ പെട്ടുപോയി. ആ മനുഷ്യനെ ഉയർത്താൻ ഒരു വിധത്തിൽ ഒരു പരിപാടിയും സാധിക്കില്ല. കാരണം കരയ്ക്ക് നിൽക്കുന്നവരെല്ലാം സങ്കടത്തോടെ പറയുക, അവരിറങ്ങി അവനെ പിടിച്ച് ഉയർത്താൻ നോക്കിയാൽ അവരും താഴും. ആർക്ക് സാധ്യമല്ല, എത്ര ബലശാലിയായ മനുഷ്യന് സാധ്യമല്ല. ആര് ഒന്ന് അവനെ ഉയർത്താൻ നോക്കിയാലും അവൻ ഒന്നിനൊന്ന് താഴോട്ട് ചതുപ്പുനിലത്തിൽ താണുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് തോളറ്റം ചെളിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും സമയത്തിനകം അവൻ ചെളിയിൽ മുങ്ങിപ്പോകും. എല്ലാവർക്കും സങ്കടമുണ്ട്, ഇവനിങ്ങനെ താഴ്ന്നില്ലോ എന്നുള്ള സങ്കടമുണ്ട്. പക്ഷേ കയറി പോരാൻ പറ്റുന്ന അവൻ തന്നെ സാധിക്കുന്നില്ല. സങ്കടമുള്ളവർക്ക് സഹായിക്കാനും സാധിക്കില്ല. അവരും വീണു പോകും, അവരും താണു പോകും. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ പറന്നു വരുന്നു.
ഒരു ഹെലികോപ്റ്റർ വന്ന് അവൻ്റെ ചുറ്റും നിന്ന് വട്ടം കറങ്ങുന്നു. ഒരു വടം, വലിയ ബലവത്തായ ഒരു വടം താഴോട്ട് അവർ നീട്ടി കൊടുക്കുന്നു. അവർ പറയുന്നു, ഈ വടത്തിൽ നീ മുറുകെ പിടിച്ചുകൊള്ളണം, വിടരുത്, മുറുകെ പിടിച്ചുകൊള്ളണം. അവൻ ആ വടത്തിൽ പിടിച്ചു. അവർ പയ്യെ വലിച്ച് പൊക്കിയെടുത്തു. അവനെ ഹെലികോപ്റ്റർ കയറ്റി അവനെ കരയിൽ കൊണ്ടുപോയി വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഉദാഹരണ കഥയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ സ്വർഗത്തിൻ്റെ ഹെലികോപ്റ്റർ വന്ന് നമ്മെ പൊക്കിയെടുത്തു. ഇതാണ് വിശ്വസിക്കുന്നത് നീ പറയുന്നത്. സ്തോത്രം. ഇത് വിശ്വസിക്കാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ ഒരു വിശ്വാസം വന്നാൽ, വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വസിക്കാൻ സാധിക്കണം. ഇന്ന് ദൈവത്തോടുള്ള സമാധാനത്തിലല്ല പലരും, ദൈവത്തോടുള്ള ഐക്യത്തിലല്ല പലരും, ദൈവത്തോട് നിരപ്പിലല്ല, ദൈവവുമായിട്ട് നിരപ്പായിട്ടില്ല. ദൈവമായിട്ട് നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പാവങ്ങളെ ക്ഷമിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമുക്ക് ചെയ്തത് എന്താണെന്ന് വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ആദ്യകാലങ്ങളിലൊക്കെ എനിക്കിത് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷവും ആദ്യകാലത്തൊക്കെ എനിക്ക് ഇതിൻ്റെ ഈ ആഴം ഇത് മനസ്സിലാവില്ലായിരുന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന ഒരാൾ, അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അന്നുണ്ടായിരുന്ന നല്ല അനുഗ്രഹീത ദൈവമക്കളായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കേട്ടു. അന്ന് ഞാൻ അകത്തൊന്നുമല്ല, പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഇവിടെയുള്ള ദൈവമക്കൾ കൃപയാലുള്ള രക്ഷ എന്നതിനെക്കുറിച്ച് വാദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ലേ, കൃപയാലുള്ള രക്ഷ എന്നുള്ളത് ഈ വചനം പ്രസംഗിക്കാൻ വന്ന ആൾക്ക് മനസ്സിലായില്ല. ഇവിടെയുള്ള ദൈവമക്കൾക്ക് അറിയാമായിരുന്നു. അവർ ഇത് പറയുന്നത് കേട്ട് പിന്നീട് ഞാൻ അവരുമായിട്ട് ഒരുമിച്ച് സംസാരിച്ചിരുന്നപ്പോഴാണ് എനിക്കിതെല്ലാം മർമ്മം പിടികിട്ടിയത്. അതുകൊണ്ട് എല്ലാം ശരിയായി എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു വിശ്വാസമാണ്, നിർമ്മലമായ വിശ്വാസം. ദൈവമായി നിരപ്പാകുക. എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. പാപങ്ങൾ ഒരുപക്ഷെ ഞാൻ അറിഞ്ഞ ഒരു പാവമൊന്നും ചെയ്തില്ല, പ്രകടമായ പാവത്തിനൊന്നും പോയില്ല, ഭാഗ്യവശാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ എൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു എനിക്കറിയാം. എൻ്റെ ഹൃദയം എന്തുമാത്രം കോപവും വാശിയും പിണക്കവും ഹൃദയത്തിൽ നിറയെ അമർഷവും എല്ലാം ഉള്ള മനുഷ്യനായിരുന്നു ഞാൻ. മുഴുവൻ നൈരാശ്യം ബാധിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. മനസ്സങ്ങ് വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. കോപം നിർത്താൻ വയ്യാത്തവരുള്ളൊരു മുൻശുണ്ഠിക്കാരനായിരുന്നു, ദുശാഠ്യക്കാരനായിരുന്നു. സ്തോത്രം. ഇതൊന്നും പാവമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. നമസ്കാരമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പെരുന്നാളിന് പോകുക, എല്ലാം ഉണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ സത്യവചനം കേട്ടപ്പോഴാണ് ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ആത്മാവ് മരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ആത്മാവിൽ ഞാൻ മരിച്ചിരിക്കുന്നു, പാപം എന്നെ കൊന്നിരിക്കുന്നു, പാപത്തിൻ്റെ ഫലമായ മരണം എനിക്ക് വന്നിരിക്കുന്നു. ആത്മാവിൽ ഞാൻ മരിച്ചിരിക്കുന്നു. ദൈവമായ നിരപ്പിലല്ല, ഞാൻ ദൈവമായി നിരപ്പായിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ദൈവവുമായി നിരപ്പായിട്ടില്ല, ദൈവമായിട്ട് സമാധാനത്തിലായിട്ടില്ല, നിരപ്പ് വന്നിട്ടില്ല. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കൂ. 2 കൊരിന്ത്യർ 5:20 മുതൽ അപ്പോസ്തലനായ പൗലോസ് അതെല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടാണ് പറയുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുന്ന കൊരിന്ത്യയിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ, ദൈവമായിട്ട് നിരപ്പിലായിക്കൊള്ളണം. ദൈവമായിട്ട് നിരപ്പില്ലാതെ ഒരു ദിവസം പോലും ഇരിക്കരുത്, ഒരു നിമിഷം പോലും ഇരിക്കരുത്. ദൈവമായി നിരപ്പായിക്കൊള്ളണം. ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും തെറ്റുവന്നെങ്കിൽ ഉടനെ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊള്ളണം. അറിയാതെ ചിന്തയിൽ ഒരു പാളിച്ച വന്നാൽ എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊള്ളണം. അറിയാതെ മനസ്സറിഞ്ഞല്ല ഒരു ചിന്ത, അരുതാത്തൊരു ചിന്ത, ഒരു നീരസ ചിന്ത, ഒരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കാര്യത്തിലുള്ള പിടിവാശി, ഇതേതെങ്കിലും എൻ്റെ കർത്താവേ രക്ഷിച്ചുകൊള്ളണേ വിളിച്ചുകൊള്ളണം. പിശാച് കടന്നു വരുന്നല്ലോ, കർത്താവേ രക്ഷിച്ചുകൊള്ളണമേ, ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരമായി ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ക്രിസ്തുവിന് പകരം നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് പകരമായി പാപമാക്കി. ക്രിസ്തു പാപമല്ല, ക്രിസ്തുവിന് പാപമില്ല, പക്ഷേ നമുക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ പാപമാക്കി. പാപത്തിന് ശിക്ഷയേൽക്കാൻ കർത്താവിന് വിട്ടുകൊടുത്തു. പിശാചിന് ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ദുഷ്ടപരീക്ഷകൾ കർത്താവിൻ്റെ മുഖത്ത് തുപ്പിയത്, രോമങ്ങൾ പിഴുതെടുത്തത്.
അതുകൊണ്ടാണ് ശിരസിൽ മുൾഡ് വെച്ച് ആഞ്ഞടിച്ചത്. അതുകൊണ്ടാണ് പുറം ഒഴുചാല് പോലെ കീറിയത്. പാവമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം കേട്ടുപോയാൽ പോരല്ലോ, നമുക്ക് അനുഭവമാക്കണ്ടേ, നമ്മുടെ ജീവിതത്തിലാകണ്ടേ. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഞാൻ ദൈവവുമായി നിരപ്പാകണം. ഏതെല്ലാം കാര്യത്തിലാണ് ദൈവമായി നിരപ്പാകാത്തത്? ഒട്ടേറെ കാര്യങ്ങൾക്ക് പിടി കിട്ടും, ഒട്ടേറെ കാര്യങ്ങൾ. ഏതെല്ലാം കാര്യങ്ങൾ നിരപ്പാകേണ്ടത്? നിങ്ങൾ ചിന്തിച്ച് അവനും തന്നെത്താൻ ചിന്തിച്ച് മനസ്സിലാക്കണം, എനിക്ക് എന്തെല്ലാം ഇനി തിരുത്താനുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ദൈവത്തോട് നിരപ്പാകുന്ന തടസ്സമായി എനിക്ക് എന്തെല്ലാം ഉണ്ട്. നമ്മൾ ലളിതമായി പറയും, വ്യാജം പ്രകടമായൊരു നുണ പറയാന്നുള്ളതായിരിക്കില്ല, ഒരു അർത്ഥസത്യം, പകുതി സത്യം, പകുതി നേരായിരിക്കും, പക്ഷേ പകുതി നുണയായിരിക്കും. മനുഷ്യനെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അർത്ഥസത്യങ്ങൾ പറയുന്നു. അർത്ഥസത്യങ്ങൾ അത് മഹാപാവമാണ്. ആർക്കും ഇത് മനസ്സിലാകുന്നില്ല. പാവമാണ്. നുണ പറയരുത്, വ്യാജം വരരുത്. വ്യാജം ഭോഷ്ക്ക് അത് ദൈവം വെറുക്കുന്ന പാവമാണ്. പിശാചിൻ്റെ ആദ്യത്തെ പ്രവൃത്തി എന്തായിരുന്നു അറിയാമോ? അന്ന് ഏതെൻ തോട്ടത്തിലേക്ക് വന്ന് ആ സാത്താൻ ഹവ്വയോട് നുണ പറയുകയാണ് ചെയ്തത്. തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ജീവിക്കും നിശ്ചയം, നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദൈവം അറിയുന്നു. നുണ പറയുകയാണ്. ആ വ്യാജത്തിൽ കൂടി, ആ നുണയിൽ കൂടിയാണ് പിശാച് അവിടെ നേടിയെടുത്തത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ വ്യാജഭാവം ഉണ്ടെങ്കിൽ, കാപട്യമുണ്ടെങ്കിൽ, വ്യാജഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് അകത്ത് കയറിയെന്നാണ്. നാം കണ്ടുപിടിച്ചേ പറ്റൂ. വ്യാജഭാവങ്ങളെല്ലാം മാറ്റണം. നിങ്ങളോട് ഒരാൾ 10 രൂപ കടം ചോദിച്ചു, എൻ്റെ ഇല്ല, ശരിയാ, കയ്യിലില്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി പറയാം, രൂപയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരാൻ പുള്ളിക്ക് അതിനുള്ള സാധ്യതയില്ലല്ലോ, പറയാം, കുഴപ്പമില്ല, അവിടെ വ്യാജമില്ല. പക്ഷേ ആളെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയോ ഒരു മധുരമാക്കി പറയുകയാണ്, എൻ്റെ കയ്യിൽ രൂപയില്ല. അവിടെ ദൈവം പ്രസാദിക്കുകയില്ല. ദൈവമക്കൾക്ക് പോലും പറ്റുന്ന അപകടമാണ് വ്യാജഭാവം. ഞാൻ ഒരു കാര്യം ചൂണ്ടിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. വ്യാജഭാവം എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ആർജവം എന്ന് ഇംഗ്ലീഷിൽ പറയും. ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ആർജവം, ഋജുവായിട്ട് നേരെ. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ് വേദവസ്തം പറയുന്നത്. ഇതിലധികമായത് നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പിശാചിൻ്റെ സ്വന്തമാണ് ഈ നുണയെന്ന് പറയുന്നത്. കാപട്യങ്ങൾ, സൂത്രങ്ങൾ, കൗശലങ്ങൾ, ഉപായങ്ങൾ, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലെല്ലാം എഴുതപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എന്തുമാത്രം കാര്യമാണ് നമ്മൾ നിരപ്പാകാനുള്ളത്, ദൈവത്തോട് നിരപ്പാകാനുള്ളത്, എന്തുമാത്രം. അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവനോട് പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് സകലവും പോക്കി നമ്മൾ ശുദ്ധീകരിക്കാൻ ശക്തനാകുന്നു. സ്തോത്രം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് സകലവും ക്ഷമിച്ച് നമ്മെ നീതീകരിക്കുന്നതിനാണ് ദൈവം, നമ്മെ ശുദ്ധീകരിക്കുന്നതിനാണ് ദൈവം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ 7-ാം വാക്യം വായിക്കാം. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, പ്രായോഗികമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ വേറെ ആരും അറിയണമെന്നില്ല, വേറെ ആരും വീട്ടിലാരും കാണണമെന്നുമില്ല. നിങ്ങൾ തനിയെ ഒരിടത്ത് മാറിയിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഓരോന്ന് എണ്ണി കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പാപങ്ങളാണ് വന്നുപോയത്. ഈ അസത്യം മാത്രമല്ല, എന്തെല്ലാം അശുദ്ധി, അലസത, അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, സ്വാർത്ഥത, ആരോടെങ്കിലുള്ള വൈരാഗ്യങ്ങൾ, പിണക്കങ്ങൾ, ഇഷ്ടക്കുറവുകൾ, മുഷിച്ചിലുകൾ, നീരസങ്ങൾ, കയ്പുകൾ, എന്തെല്ലാമാണ് വന്നു പോയത്. എന്തെല്ലാം സൂത്രങ്ങളാണ് ഞാൻ പ്രയോഗിച്ചു പോയത്. ദൈവമേ, എന്തെല്ലാം കൗശലങ്ങളാണ് ഞാൻ ചെയ്തു പോയത്.
ആരെയെല്ലാമാണ് ഞാൻ വഞ്ചിച്ചു പോയത്, ആരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു പോയത്. എൻ്റെ കർത്താവേ, എന്തെല്ലാം തെറ്റുകളാണ് വന്നു പോയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനെ ഞാൻ വേദനിപ്പിച്ച ഏതെല്ലാം കാര്യങ്ങളിലാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നല്ലോ. എന്നിട്ട് നീ എന്നെ ഒന്ന് ശിക്ഷിച്ചില്ലല്ലോ. ഇത്രയും കാലം നീ എന്നെ ഈ ഭൂമിയിൽ നിലനിർത്തിയല്ലോ. കർത്താവ് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഓരോന്നോരോന്ന് നിങ്ങൾ എണ്ണി കണ്ടുപിടിച്ചിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഇപ്പോഴിതാ ഞാനിതെല്ലാം തിരുമുമ്പാകെ ഏറ്റു പറയുന്നു. നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി. ദൈവത്തോട് നിങ്ങൾ ഏറ്റു പറയുക. ഇതെല്ലാം നാഥ, നീ കണ്ട കാര്യങ്ങളാണ്, തിരുസന്നിധിയിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഈ പാപങ്ങളെല്ലാം എൻ്റെ കർത്താവേ, ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നു. സ്തോത്രം. ഞാൻ പറയാറുണ്ടല്ലോ, പാപം എന്നെ രോധിക്കുന്നു, തടയുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എനിക്ക് തടസ്സമായി വേലിയായി പാപം നിൽക്കുന്നു. കർത്താവേ, ഈ പാപത്തിൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് വിടുവിക്കണമേ. സുതനമസ്കാരത്തിൽ പിതാക്കന്മാർ പാടുന്നത് അങ്ങനെയാണ്: ഞാൻ അഞ്ചുന്നു, ഞാൻ പേടിച്ചു പോകുന്നു, ഞാൻ പരിഭ്രമിച്ചു പോകുന്നു എൻ പാപത്താൽ. കർത്താവേ, പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന ഉദ്യാനത്തിലേക്ക് ഞാൻ ചെല്ലാതിരിക്കത്തക്കവണ്ണം പാവമെന്നെ തടുക്കുന്നു, വേലി പോലെ തടുക്കുന്നു. സ്തോത്രം. ഞാൻ അഞ്ചുന്നെൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപൂങ്കാവിൽ വേലിക്കൊത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൽ ദൈവവാസം തിരുഹിതമാം സ്ഥാനേ. ഞാൻ അഞ്ചുന്നു, ഞാൻ ഭയന്നു പോകുന്നു, എൻ്റെ പാവം വേലി പോലെ തടുക്കുന്നല്ലോ കർത്താവേ. ദൈവമേ, ഞാൻ തിരുസന്നിധിയിലേക്ക് വരുന്നതിന്, നിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി എൻ്റെ പാപങ്ങൾ നിൽക്കുന്നല്ലോ. ഞാനിതാ ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പോകുമ്പോൾ ഈ പാവം വെച്ചുകൊണ്ട് ഉറങ്ങാൻ എനിക്ക് ഇടവരല്ലേ. കർത്താവേ, എൻ്റെ പാവമെല്ലാം എന്നിൽ നിന്ന് മാറ്റി തരണമേ. ദൈവത്തിന് സ്തോത്രം. പാവം മാറ്റി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് ക്ഷമിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നാം ഇതുപോലെ ഓർക്കാറുണ്ടോ? ഗീതങ്ങൾ പാടുമ്പോൾ നമ്മൾ പാടിപ്പോകും അല്ലേ? പള്ളിയിൽ ഗീതൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ കേൾക്കാൻ ഇമ്പമാണ്. നമ്മുടെ പള്ളികളിലെല്ലാം നല്ല മധുരമനോജ്ഞമായി പാടുന്നുണ്ട്, കേൾക്കാൻ ഇമ്പമുണ്ട്. പക്ഷേ നാം ഇതറിയുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥം അറിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടുന്നു, എന്നെ പാവത്തിന് രക്ഷിക്കണമേ എന്ന്. ഇല്ലെങ്കിൽ എൻ്റെ പാവം ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്നുവെന്ന് പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. പാപത്തിൻ്റെ ഭയാനകത്വം, പിശാചിൻ്റെ കെണിയുടെ ഗൗരവം പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. കർത്താവേ, രക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച ആ പാപത്തിന് കിട്ടിക്കഴിയുമ്പോഴാണ്, ആ അനുഭവം വരുമ്പോഴാണ് അവർ പാടുന്നത്: സ്തുതി അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും സ്തോത്രം. എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ ഒരു കിന്നരമായി തീരണമേ, വാദ്യോപകരണമായി തീരണമേ എന്ന്. നിൻ്റെ ഒരു വീണയായി തീരണമേ, കിന്നരമായി തീരണമേ, നിരന്തരം സ്തുതിക്കുന്നൊരു കിന്നരമായി എന്നെ തീർക്കണമേ. സ്തുതി. അനുതാപക്കാരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ, നിനക്ക് സ്തുതി. ഞാൻ പാതകിയാണ്, എന്നാൽ എൻ്റെ പാപം നീ ക്ഷമിച്ചതുകൊണ്ട് എൻ്റെ വരദാനങ്ങൾ എനിക്ക് ലഭിച്ചു. കർത്താവേ, എനിക്ക് നിന്നെ സ്തുതിക്കാൻ, നിന്നെ സ്തുതിച്ച് വാഴ്ത്തിപ്പാടാൻ, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാനേരം ഒഴിവാതെ കരയറ്റുവാൻ എനിക്ക് നീ യോഗ്യത തരണമേ. പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കിന്നരമാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ സൗജന്യമായ രക്ഷ നമുക്ക് ലഭിക്കുമ്പോൾ, നാം ദൈവവുമായി നിരപ്പായി കഴിയുമ്പോൾ, നാം അറിയാതെ സ്തുതി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പൊന്തി വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് ഈ സ്തുതി വലിയ അലർജിയായിരുന്നു. സ്തോത്രം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് അന്ന് ഞങ്ങളുടെ പള്ളിയിലെ കൺവെൻഷന് വരുന്നവർ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. അന്ന് ചില ദൈവമക്കൾ, കൂട്ടായ്മയിലുള്ള ശ്രേഷ്ഠരായ ചില ദൈവമക്കൾ, അവർ ഈ തനത് പ്രാർത്ഥന ചൊല്ലും യോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി. എനിക്കത് ഇഷ്ടമായിരുന്നില്ല. അച്ഛനല്ലേ പ്രാർത്ഥിക്കേണ്ടത്, ഈ ഒരു ഐമേനുകൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ചിന്താഗതി എങ്ങനെയായിരുന്നു.
അത് പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്നെയല്ല അവർ സ്തുതി സ്തോത്രമൊക്കെ പറയുന്നു, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ മാനസാന്തരപ്പെട്ട എൻ്റെ ഉള്ളത്തിലേക്ക് യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ സ്തോത്രം പറഞ്ഞു പോയി. അത് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, അറിയാതിൻ്റെ ഉള്ളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു സ്തോത്രം, സ്തുതി, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മാവിൻ്റെ അനുഭവമാണ്. ഇന്ന് നിങ്ങൾ ഈ അനുഭവം പ്രാപിക്കണം, ദൈവമായിട്ട് നിരപ്പാകണം. നിങ്ങളെന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? ദൈവമായി നിരപ്പാകണ്ടേ? ഇനിയും നിരപ്പാകാൻ എന്തെങ്കിലും ഉണ്ടോ? ദൈവമായി നിരപ്പാകുന്നതിന് ഇന്നും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പാവങ്ങളുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം തീർത്തു തരുമെന്ന കർത്താവ് പറയുന്നത്, എല്ലാം ക്ഷമിച്ചു തരാമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. വിശ്വസിക്കുക, അത് വിശ്വസിക്കുക. എൻ്റെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവെ ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പൂർണ്ണമായി വിട്ടുകൊടുക്കുക. പക്ഷേ നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കുക, ഓരോരുത്തരും തീരുമാനമെടുക്കുക. കർത്താവെ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ മുഖാന്തരം എനിക്കൊരു നീതീകരണം തരണമേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, അവിടുന്ന് ക്രൂസിൽ മരിച്ചത് എനിക്ക് സൗജന്യമായ നീതീകരണം തരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയാണ്, കുറ്റവാളിയാണ്, ഞാൻ ഏറ്റുപറയുന്നു കർത്താവ്. എന്നാൽ കുറ്റവാളിയായ എന്നെ കുറ്റമില്ലാത്തനെന്ന് സർട്ടിഫൈ ചെയ്യുന്ന സ്വർഗത്തിൻ്റെ സ്നേഹം, നിസ്തുല സ്നേഹം, ഗോകുൽത്തായിൽ ചൊരിഞ്ഞ സ്നേഹം കർത്താവെ, ആ തിരക്കത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്നെ നീ വിടുവിക്കണമേ, പിശാചിൻ്റെ കെണിയിൽ നിന്ന് വിടുവിക്കണമേ, സാത്താൻ്റെ ബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, എനിക്ക് മോചനം തരണമേ, എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കൂ, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ. ജീവിതത്തിൽ യേശുക്രിസ്തു എഴുതുന്നതായ സുഖ അനുഭവം നിങ്ങൾ പ്രാപിക്കൂ. ക്രിസ്തുവിനോട് നിങ്ങൾ അടുത്തു വരൂ. യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. സൗജന്യമായ രക്ഷ എന്തായി നിങ്ങൾ കാണിച്ചു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, നീതിർന്ന് ലഭിച്ചവരായി, കർത്താവിയുടെ രണ്ടാമത്തിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളെ തിരക്തത്താൽ മറച്ചുകൊള്ളണമേ, ശത്രു തൊടാതെ കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.